ട്രംപിന് മുന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യ താൽപര്യങ്ങൾ മറക്കുകയാണ്. എന്തിനാണ് ട്രംപിന് മുന്നിൽ അടിയറവ് പറയുന്നത്? ഇപ്പോൾ ട്രംപ് പറയുന്നത് എന്താണോ അത് അക്ഷരം പ്രതി മോദി അനുസരിക്കുകയാണ്. ഇതിനുവേണ്ടിയല്ല താങ്കൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിലിരിക്കുന്നത്. ഇവിടെ രാജ്യ താൽപര്യങ്ങൾക്കൊപ്പമാണ് പ്രധാനമന്ത്രി നിൽക്കേണ്ടതും. ഇവിടെ വീണ്ടും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ രൂക്ഷമായി പരിഹസിച്ചുകൊണ്ട് കോൺഗ്രസ് രംഗത്ത് വന്നിരിക്കുകയാണ്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയാണ് മോദിക്കെതിരെ ഇത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. US പ്രസിഡന്റ് ട്രംപ് ഇന്ത്യക്ക് നേരെ ഓരോ ഭീഷണി മുഴക്കുമ്പോഴും പ്രതികരിക്കാതെ മൗനം തുടരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു പരിഹാസം ഉണ്ടായിരിക്കുന്നത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ചടുലമായ നീക്കങ്ങളെ പരിഹസിക്കാൻ ഒരിക്കൽ പോലും കോൺഗ്രസ് വളർന്നിട്ടില്ല എന്നതാണ് പൊതു അഭിപ്രായമായി തന്നെ പുറത്തു വരുന്നത്. ഒരിക്കലും ഒരാളുടെ മുന്നിൽ പോലും അദ്ദേഹമാകട്ടെ രാജ്യ താല്പര്യങ്ങൾ മറന്നുകൊണ്ട് ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ആരുടെ മുന്നിൽ പോലും മൊട്ടുമടക്കാതെ തന്നെ അദ്ദേഹം മുന്നേറുകയാണ് ചെയ്തിട്ടുള്ളത്. ആ ചരിത്രമാണ് ഇവിടെ എഴുതപ്പെട്ടിരിക്കുന്നത്. ട്രംപിന് മറുപടി നൽകേണ്ട ഉചിതമായ സമയം വരുമ്പോൾ മോദി തന്നെ അദ്ദേഹത്തിന് ഉചിതമായ മറുപടി നൽകുമെന്നാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. അതേസമയം അനിൽ കപൂർ, ശ്രീദേവി എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ട് മിസ്റ്റർ ഇന്ത്യ എന്ന സൂപ്പർ ഹിറ്റ് ഹിന്ദി ചലച്ചിത്രത്തിൽ വില്ലൻ വേഷം അതിഗംഭീരമാക്കിയ അമരീഷ് പുരിയുടെ പ്രശസ്തമായ ഒരു ഡയലോഗ് പരാമർശിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ആകട്ടെ മോദിയെ പരിഹസിച്ചിരിക്കുന്നത്. മൊഖംബോ ഗുഷ് ഹുവ എന്ന പരാമർശമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്. മോദി തലയെടുക്കുമ്പോൾ ട്രംപിന് സന്തോഷമാകുന്നു, ട്രംപിന്റെ കൺട്രോളിലാണ് മോദി ഉള്ളത്. ഇത് കാണുമ്പോൾ എനിക്കൊരു ഡയലോഗാണ് ഓർമ്മ വരുന്നതെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു ഡയലോഗ് ഖാർഗെ പറഞ്ഞിരിക്കുന്നത്. ട്രംപ് പറയുന്നത് കേട്ട് തലയാട്ടാനല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജനങ്ങൾ പ്രധാനമന്ത്രിയാക്കിയിരിക്കുന്നതെന്നും ഖാർഗെ പറഞ്ഞു. ട്രംപിനെ പോലെയുള്ള ഒരാളുടെ നിലപാടിന് മുന്നിൽ ഇന്ത്യ ഒരിക്കലും കീഴടങ്ങില്ല. എന്നാൽ ട്രംപിന് മുന്നിൽ മോദി അടിയറവ് പറയുന്നത് എന്തിനാണ് എന്ന് മനസ്സിലാകുന്നില്ല എന്നും ഇത് രാജ്യത്തിന് ഭീഷണിയാണ് ഉണ്ടാക്കുന്നത്. മോദി രാജ്യ താല്പര്യത്തിന് വേണ്ടിയാണ് നിൽക്കേണ്ടത്. ട്രംപ് പറയുന്നതെല്ലാം അനുസരിക്കുകയാണ് ഇവിടെ മോദിയുടെ രീതിയെന്നും ഇതിനുവേണ്ടിയല്ല രാജ്യം നിങ്ങളെ പ്രധാനമന്ത്രിയാക്കിയതെന്നും ഖാർഗെ പറയുന്നു. ഇന്ത്യ ഇനിയും റഷ്യൻ എണ്ണ വാങ്ങിയാൽ അമേരിക്കയിൽ എത്തുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ കൂടുതൽ തീരുവ ചുമത്തുമെന്ന് ട്രംപ് ഇന്നലെ ഭീഷണി മുഴക്കിയിരുന്നു. ഇതോടുകൂടി തന്നെ ഇന്ത്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. ഞാൻ ഹാപ്പി അല്ലെന്ന് മോദിക്ക് അറിയാമെന്നും എന്നെ ഹാപ്പി ആക്കേണ്ടത് അനിവാര്യമാണെന്ന് മോദിക്ക് നന്നായി അറിയാമെന്നായിരുന്നു ട്രംപ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടത്തിയ പ്രസ്താവന. അതേപോലെ ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നത് കുറച്ചെന്നും അത് തീരുവ ഭാരം കുറയ്ക്കാൻ ട്രംപിനോട് പറയണമെന്നും US ഇന്ത്യൻ അംബാസിഡർ അഭ്യർത്ഥിച്ചതായി ട്രംപ് അനുകൂലമായ US രീതിയിലേക്കുള്ള വെളിപ്പെടുത്തലായിരുന്നു പുറത്തു വന്നത്. ഇതിനെല്ലാം ഒടുവിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ കോൺഗ്രസ് ആകട്ടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വലിയ രീതിയിൽ രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നത്. ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന് ട്രംപിന്റെ വാദത്തെ ഖാർഗെ ആഞ്ഞടിക്കുകയും 70 തവണയാണ് ട്രംപ് ആ അവകാശവാദം ഉന്നയിച്ചിരിക്കുന്നത്. എന്താണ് ട്രംപ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ലോകം അദ്ദേഹത്തിന്റെ മുൻപിൽ അനുസരിച്ച് നിൽക്കണമെന്നാണോ ട്രംപ് ഉദ്ദേശിക്കുന്നതെന്നും മറുചോദ്യമായി തന്നെ ട്രംപിനോടും അദ്ദേഹം വലിയ രീതിയിലുള്ള വിമർശനം ഉന്നയിച്ചിരിക്കുകയാണ് ഖാർഗെ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.